അടിമത്തം 2.0 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം ജൂലൈ 30. ആധുനിക കാലത്തെ അടിമത്തം എന്നാണ് മനുഷ്യക്കടത്തിനെ വിളിക്കുന്നത്. അടിമത്തം നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പല രൂപത്തിലും ഇപ്പോഴും തുടരുന്നുണ്ട്. മനുഷ്യാന്തസ്സിനും സാമൂഹ്യനീതിക്കും നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നായി മനുഷ്യക്കടത്ത് മാറിക്കഴിഞ്ഞു. ലഹരി മാഫിയ പോലെ തന്നെ ഇതിനു പിന്നിലും വലിയ രാജ്യാന്തര ശൃംഖലകൾ പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യക്കടത്തിന്റെ ഭീകരതയെക്കുറിച്ചും ഇരകളുടെ ദുരവസ്ഥയെക്കുറിച്ചും ലോകമെമ്പാടും അവബോധം സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ UN പൊതുസഭ 2013 ഒരു പ്രമേയത്തിലൂടെയാണ് ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചത്. ഇരകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഈ കുറ്റകൃത്യം തടയാൻ രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 2014 മുതൽ ഈ ദിനം ലോകമെങ്ങും ആചരിച്ചു വരുന്നു. മനുഷ്യക്കടത്തിന് ഇരയായ മനുഷ്യരെ ഓർമ്മിക്കാനും ഈ ക്രൂരതയ്ക്കെതിരെ ശബ്ദമുയർത്താനും ഈ ദിനാചരണം നമുക്ക് പ്രേരണയാകണം. നിങ്ങളുടെ ജാഗ്രത ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷിച്ചേക്കാം. എന്താണ് മനുഷ്യക്കടത്ത്? ഒരാളെ ചതിയിലൂടെയോ ഭീഷണിപ്പെടുത്തിയോ ബലപ്രയോഗത്തിലൂടെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചൂഷണം ചെയ്യുന്നതിനെയാണ് മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇരയാക്കപ്പെടുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അവകാശവും പൂർണ്ണമായും കവർന്നെടുക്കപ്പെടുന്നു. ലോകത്തെ ഒരു രാജ്യവും മനുഷ്യക്കടത്തിൽ നിന്നും മുക്തമല്ല. ഓരോ രാജ്യവും ഒന്നുകിൽ ഇരകളെ അയക്കുന്ന സോഴ്സായും കടന്നുപോകുന്ന ട്രാൻസിറ്റായും അല്ലെങ്കിൽ എത്തിച്ചേരുന്ന ഡെസ്റ്റിനേഷൻ കേന്ദ്രമായും മാറുന്ന ഭീതിതമായ സ്ഥിതിയാണുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം മനുഷ്യക്കടത്തിന് ഇരകളാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഇരകളിൽ വലിയൊരു ശതമാനവും കുട്ടികളാണെന്നതാണ്. ലൈംഗിക ചൂഷണമായിരുന്നു മുൻപ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇന്നത് നിർബന്ധിത തൊഴിലാണ്. 74% മനുഷ്യക്കടത്ത് നടത്തുന്നത് സംഘടിതമായാണ്. ലോകത്ത് മനുഷ്യക്കടത്തിന് ഏറ്റവും അധികം വിധേയരാകുന്നത് ആഫ്രിക്കയിൽ നിന്നുള്ളവരാണെന്നും കണക്കുകൾ സൂചിപ്പിക്കും. 2020 മുതൽ 2023 കാലം മാത്രം ലോകമെമ്പാടുമായി 2 ലക്ഷം പേർ ഇതിന് ഇരയായെന്നും കണ്ടെത്തിയിട്ടുണ്ട്. യഥാർത്ഥ സംഖ്യ ഇതിൽ പല മടങ്ങ് വരും. ചൂഷണത്തിന്റെ വഴിയിൽ നിർബന്ധിത തൊഴിൽ, തുച്ഛമായ വേതനത്തിനോ വേതനമില്ലാതെയോ ഭീകരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിക്കുക. ലൈംഗിക ചൂഷണം, പണം സമ്പാദനത്തിനും ലൈംഗികവൃത്തിക്ക് നിർബന്ധിക്കുക. നിർബന്ധിത ഭിക്ഷാടനം, കുട്ടികളെയും മുതിർന്നവരെയും ഭിക്ഷയാചിക്കാൻ നിർബന്ധിക്കുക. അവയവ കച്ചവടം, പണത്തിനു വേണ്ടി ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യാനായി കടത്തുക. നിർബന്ധിത കുറ്റകൃത്യങ്ങൾ, ഓൺലൈൻ തട്ടിപ്പുകൾ പോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ഇരകളെ നിർബന്ധിക്കുന്നത് പുതിയ കാലത്തെ രീതിയാണ്. മനുഷ്യക്കടത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. മുമ്പ് അത് അടിമ കച്ചവടത്തിന്റെ രൂപത്തിലായെന്ന് മാത്രം. യുദ്ധങ്ങളും കോളനിവൽക്കരണവുമാണ് അന്ന് അതിന് വഴി തെളിച്ചതെങ്കിൽ ഇന്ന് ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ, പ്രകൃതി ദുരന്തങ്ങൾ, വിദ്യാഭ്യാസക്കുറവ് തുടങ്ങിയവയാണ് പ്രധാന കാരണങ്ങൾ. സംഘർഷഭരിതമായ രാജ്യങ്ങളിൽ നിന്നും പലായനം ചെയ്യുന്നവരെയും കാലാവസ്ഥ വ്യതിയാനം മൂലം വീടും നാടും ഉപേക്ഷിക്കേണ്ടി വരുന്നവരെയും മനുഷ്യക്കടത്തുകാർ എളുപ്പത്തിൽ ലക്ഷ്യമിടും. ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയാം? വ്യാജ വാഗ്ദാനങ്ങൾ, നല്ല ശമ്പളമുള്ള ജോലി, സിനിമയിലോ മോഡലിംഗിലോ അവസരം, വിദേശത്ത് പഠനം എന്നിങ്ങനെയുള്ള മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകും. ഓൺലൈൻ ചതി, സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട് വിശ്വാസം നേടിയെടുക്കുകയും പിന്നീട് കെണിയിൽപ്പെടുത്തുകയും ചെയ്യും. അപരിചിതരുമായി ഓൺലൈനിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ ഗെയിമുകൾ, വ്യാജ സമൂഹ മാധ്യമ പ്രൊഫൈലുകൾ, ഡേറ്റിംഗ് ആപ്പുകൾ എന്നിവയെല്ലാം ഇരകളെ കണ്ടെത്താനും വലയിലാക്കാനും കടത്തുകാർ വ്യാപകമായി ഉപയോഗിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജാഗ്രത പാലിക്കുക. അപരിചിതർ നൽകുന്ന വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുക. സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിപരമായ വിവരങ്ങൾ പരസ്യമാക്കരുത്. അറിയിക്കുക. സംശയങ്ങൾ തോന്നിയാൽ ഉടൻ തന്നെ മുതിർന്നവരെയോ അധ്യാപകരെയോ അറിയിക്കുക. നിങ്ങൾ നേരിട്ട് ഇടപെടാൻ ശ്രമിക്കരുത്, പകരം സഹായം തേടുക. ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പർ 1098. കുട്ടികൾക്കെതിരായ ഏത് അതിക്രമവും അറിയിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ഹെൽപ്പ് ലൈൻ നമ്പറാണിത്. പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.